കണ്ണുകൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു. മരിച്ചൊരാളുടെ കണ്ണുകളെ സാമ്യപ്പെടുത്തുന്നതല്ല, എന്നാൽ ആ കണ്ണുകൾ എന്തൊക്കെയോ ജീവിച്ചിരിക്കുന്നു, എന്തൊക്കെയോ ഓർമ്മകൾ ജീവിച്ചിരിക്കുന്നു. അവ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നു. മണക്കാട്ട് മനയുടെ മുകളിലെ ജനലരികിൽ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ സ്ത്രീയുടെ കണ്ണുകൾ, അവ കണ്ടവർ ആരും അത് മറന്നിട്ടില്ലെന്ന് നാട്ടുകാർ പറയുമായിരുന്നു. ചിലർ പറഞ്ഞു ആ കണ്ണുകൾ മരിച്ച ഒരാളുടേതല്ല, ജീവനോടെ അടച്ചു മൂടപ്പെട്ട ഒരാളുടെ അവസാന നിലവിളിയാണെന്ന്. മറ്റു ചിലർ പറഞ്ഞു ആ കണ്ണുകളിലേക്ക് ഒരിക്കൽ നോക്കിയാൽ പിന്നെ ആ മാളിക നിങ്ങളെ വിട്ടകലില്ലെന്ന്. കാരണം അവയിൽ ഒരു വിചിത്രമായ ആകർഷണമുണ്ടായിരുന്നു. കായലിന്റെ ആഴം പോലെ ശാന്തം, പക്ഷെ ആ ശാന്തതയുടെ അടിയിൽ എന്തോ ഇരുണ്ടത് പതുങ്ങിക്കിടക്കുന്നത് പോലെ. രാത്രികളിൽ കാറ്റ് ശക്തമാകുമ്പോൾ മാളികയുടെ മുകളിൽ ജനലരികിൽ എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ കണ്ണുകൾ ആദ്യം പ്രത്യക്ഷപ്പെടും. ഷോർട്ട് സ്റ്റോറി നമ്പർ 5, മണക്കാട്ടെ അമ്പ്രാട്ടി. ഗ്രാമത്തിന്റെ അതിരിൽ പഴയ കായലിനപ്പുറം ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ നാലുകെട്ടുണ്ടായിരുന്നു. കാലം മറന്ന ആ മാളികയെ നാട്ടുകാർ മണക്കാട്ട് മന എന്ന് വിളിച്ചു. പകൽ സമയത്ത് പോലും ആളുകൾ അതിൻ്റെ വശത്തേക്ക് പോകാറില്ല, കാരണം അവിടെ ഇപ്പോഴും ഒരു തമ്പ്രാട്ടി ജീവിക്കുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അരവിന്ദ് വർഷങ്ങൾക്ക് ശേഷമാണ് തൻ്റെ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അവൻ്റെ അമ്മമ്മ അവനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, രാത്രികാലങ്ങളിൽ മണക്കാട്ട് മനയുടെ പരിസരത്തേക്ക് പോകരുത്. അവൻ ചിരിച്ചു, കാരണം നഗരങ്ങളിൽ വളർന്ന അവന് ഈ കഥകളെല്ലാം വെറും മിഥ്യ മാത്രമായിരുന്നു. ആളുകൾ ഭൂതങ്ങളെയും പ്രേതങ്ങളെയും സൃഷ്ടിക്കുന്നത് ഭയം പടർത്താൻ മാത്രമാണെന്നാണ് അവൻ വിശ്വസിച്ചിരുന്നത്. പക്ഷെ അന്ന് രാത്രി കായലരികിൽ നിന്നുകൊണ്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ അവൻ്റെ കണ്ണ് അപ്രത്യക്ഷിതമായി ആ മാളികയിലേക്ക് തിരിഞ്ഞു. മുകളിൽ ഒരു ജനലരികിൽ എണ്ണവിളക്കിന്റെ വെളിച്ചം, അതിൻ്റെ മുന്നിൽ ചുവന്ന മുണ്ടണിഞ്ഞ ഒരു സ്ത്രീ രൂപം. ആദ്യം അരവിന്ദ് ശ്രദ്ധിച്ചത് അതിൻ്റെ കണ്ണുകളായിരുന്നു. അവയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്ന, എന്തോ കാന്തശക്തി ഉള്ളതുപോലെ അരവിന്ദിന് തോന്നി. ആ കണ്ണുകൾ അവനെ നോക്കുകയായിരുന്നു. ആ കണ്ണുകളിൽ എന്തോ വിചിത്രമായ ശാന്തതയുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അടിയിൽ ഒളിഞ്ഞിരുന്ന തീരാത്ത ദുഃഖമോ അല്ലെങ്കിൽ ജീവനുള്ള ഒരാളെ കാത്തിരിക്കുന്ന ഇരുട്ടോ എന്നത് അവന് മനസ്സിലായില്ല. ഒരു നിമിഷം അരവിന്ദ് കണ്ണടച്ചു തുറന്നപ്പോഴേക്കും ആ തിരി അണഞ്ഞു. ആ തിരി അണയുന്നതിനൊപ്പം ആ സ്ത്രീരൂപവും ജനലരികിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. രാത്രിയിൽ കണ്ട ആ കണ്ണുകൾ അവന്റെ ഉറക്കം കെടുത്തി. ആരാണത്, എന്താണത് എന്നൊന്നും അരവിന്ദിന് മനസ്സിലായില്ല. കാരണം ആ മാളികയിൽ ഇന്നാരും ജീവിച്ചിരിപ്പില്ലെന്ന് അവന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. ആ കണ്ണുകളിൽ എന്തോ വിളിയുണ്ടായിരുന്നു. ആരെയോ കാത്തിരിക്കുന്ന, ആരെയോ കാണാൻ ആഗ്രഹിക്കുന്ന എന്തോ ഒന്ന്. ഭയപ്പെടുത്തുന്നു, പക്ഷെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാത്തൊരു വിലയായി അരവിന്ദിന് തോന്നി. കായലിന്റെ അരികിലൂടെ കാറ്റ് വീശുമ്പോൾ പഴയ മരങ്ങളുടെ ഇലകൾ പരസ്പരം ഉരസുന്ന ശബ്ദം കേൾക്കാം. മണക്കാട്ട് മന മുന്നിൽ നിശബ്ദമായി നിന്നു, കാലം മറന്ന ഒരു ശവകുടീരം പോലെ. വലിയ മരവാതിലിൽ പകുതിയായി തുറന്നു കിടക്കുന്നു. അരവിന്ദ് പതുക്കെ അകത്തേക്ക് കടന്നു. അകത്ത് പഴകിയ ചന്ദനത്തിന്റെ മണവും ഈർപ്പമുള്ള മതിലിന്റെ തണുപ്പുമുണ്ടായിരുന്നു. തറയിൽ പഴയ വിളക്കുകളും പൊട്ടിയ വിഗ്രഹങ്ങളും ചിതറിക്കിടക്കുന്നു. പക്ഷെ അതിനിടയിൽ എന്തോ വിചിത്രമായൊരു കാര്യം അവൻ ശ്രദ്ധിച്ചു. തറയിൽ പുതുതായി വീണതുപോലെ ചുവന്ന കുങ്കുമത്തിന്റെ പാടുകൾ. ആരോ ഇപ്പോഴും ഇവിടെ ജീവിക്കുന്നത് പോലെ. അരവിന്ദ് ഉറക്കെ വിളിച്ചു, ആരെങ്കിലും ഉണ്ടോ? അവന്റെ ശബ്ദം നീണ്ട ഇടനാഴികളിലൂടെ പ്രതിധ്വനിച്ചു. അവന് മറുപടിയൊന്നും കിട്ടിയില്ല. പക്ഷേ കാൽച്ചിലമ്പിന്റെ ശബ്ദം അവൻ കേട്ടു. മുകളിൽ നിന്ന് അരവിന്ദിന്റെ ശരീരത്തിലൂടെ ഒരു ഭയം ഇരച്ചു കയറി. എങ്കിലും അവൻ മുകളിലേക്ക് കയറി. ഇടനാഴിയുടെ അറ്റത്ത് ഒരു നിലവിളക്ക് കത്തുന്നുണ്ടായിരുന്നു. അതിന് മുന്നിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടായിരുന്നു. ചുവന്ന കരുനാരോട് കൂടിയ മുണ്ടും സ്വർണ്ണാഭരണങ്ങളും ധരിച്ച നീണ്ട മുടി നിലത്തേക്ക് വീണ് കിടക്കുന്ന ഒരു സ്ത്രീ രൂപം. അവൾ തല താഴ്ത്തിയിരുന്നു. പക്ഷെ അരവിന്ദ് അടുത്തെത്തിയ നിമിഷം അവൾ പതുക്കെ തല ഉയർത്തി. ആ കണ്ണുകൾ വീണ്ടും വിളക്കിന്റെ വെളിച്ചത്തിൽ അസ്വാഭാവികമായി മിന്നുന്നത് പോലെ തോന്നി അരവിന്ദിന്. അവയിൽ ജീവനും മരണവും ഒരുമിച്ച് കുടുങ്ങിയതുപോലെ തോന്നി. അരവിന്ദ് ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പോലും മറന്നു. അവൾ ചെറുതായി ചിരിച്ചുകൂടി ചോദിച്ചു, നീ ഗോവിന്ദിന്റെ മകനല്ലേ? അവൻ ഞെട്ടി. എന്നെ എങ്ങനെ അറിയാം? അവൾ എഴുന്നേറ്റു. അവളുടെ പാദസരം വീണ്ടും മൃദുവായി മുഴങ്ങി. ഈ വീട്ടിലെ ആളുകളെ എല്ലാം എനിക്കറിയാം. അവൾ അടുത്തേക്ക് വന്നു. അവൾ അടുത്തെത്തും തോറും ചന്ദനത്തിന്റെ മണം ശക്തമായി. പക്ഷെ അതിനോടൊപ്പം എന്തോ പഴകിയ രക്തത്തിന്റെ മണം പോലെ അരവിന്ദിന് തോന്നി. ഞാൻ സാവിത്രി, അവൾ മൃദുവായി പറഞ്ഞു. സാവിത്രി തമ്പ്രാട്ടി.
ആ പേര് കേട്ട നിമിഷം അരവിന്ദിന്റെ മനസ്സിലൂടെ പഴയ കഥകൾ മിന്നിപ്പോയി. ബാല്യത്തിൽ അമ്മമ്മ പറഞ്ഞ കഥ, വിവാഹത്തിന് ദിവസങ്ങൾ മുൻപ് കാണാതായ ഒരു തമ്പ്രാട്ടി. ചിലർ പറഞ്ഞു അവൾ ആത്മഹത്യ ചെയ്തുവെന്ന്. മറ്റു ചിലർ പറഞ്ഞു അവളെ ജീവനോടെ മണക്കാട്ട് മലയുടെ അടിത്തറയിൽ അടച്ചുവെന്ന്. അരവിന്ദ് പതുക്കെ അമ്പ്രാട്ടിയെ നോക്കി. അവൾ ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആ ചിരിയിൽ ചൂടില്ലായിരുന്നു, മരിച്ച ഒരാളുടെ ഓർമ്മ പോലെ തണുത്തത്. അതിനുശേഷം ദിവസവും അരവിന്ദ് മാളികയിലേക്ക് പോകാൻ തുടങ്ങി. എന്തോ ഒരു ശക്തി അവനെ ആകർഷിക്കുന്നത് പോലെ. സാവിത്രി തമ്പ്രാട്ടി സംസാരിക്കുന്നത് മറ്റൊരു കാലഘട്ടത്തിലെ പോലെയായിരുന്നു. പഴയ കവിതകൾ, കഥകളി, തറവാട്ട് ആചാരങ്ങൾ, പ്രണയത്തെക്കുറിച്ചുള്ള വിചിത്രമായ പഴയ വിശ്വാസങ്ങൾ. അവൾ സംസാരിക്കുമ്പോൾ അരവിന്ദ് സമയം മറന്നുപോകും. പക്ഷെ ചില കാര്യങ്ങൾ അവനെ അസ്വസ്ഥനാക്കി. അവർ ഒരിക്കലും പകൽ വെളിച്ചത്തിൽ വരില്ല. അവൾ ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും അവൻ കണ്ടിട്ടില്ല. ഏറ്റവും വിചിത്രമായത്, ഒരു ദിവസം ധൈര്യം ചേർത്ത് പിടിച്ച് അരവിന്ദ് ചോദിച്ചു, തമ്പ്രാട്ടി, നിങ്ങളുടെ കുടുംബം എവിടെ? അവളുടെ മുഖത്ത് ചിരി പതുക്കെ മങ്ങി. മുറിയിലാകെ നിശബ്ദത പടർന്നു. വിളക്കിന്റെ തീ പോലും ചലിക്കാതായി. അവൾ തല ഉയർത്തി അരവിന്ദിനെ നോക്കി. ആ കണ്ണുകളിൽ പെട്ടെന്ന് ഒരു ഇരുണ്ട കോപം നിറഞ്ഞു. ഈ വീട്ടിൽ ചില ചോദ്യങ്ങൾ ചോദിക്കരുത്. അവളുടെ ശബ്ദം ഇനി മൃദുവായിരുന്നില്ല. രണ്ട് ആളുകൾ ഒരേ സമയം സംസാരിക്കുന്നത് പോലെ തോന്നി. അരവിന്ദിന്റെ ശരീരത്തിലൂടെ ഭയം പാഞ്ഞു. അന്ന് രാത്രി ശാന്തമായിരുന്നില്ല. മഴ ശക്തമായി പെയ്തു. ഇടിമിന്നലുകൾ മുഴങ്ങിയെങ്കിലും അരവിന്ദ് വീണ്ടും മാളികയിലെത്തി. എന്തോ അവനെ അവിടെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അകത്ത് പതിവിലും അധികം ഇരുട്ടായിരുന്നു. തമ്പ്രാട്ടി? അവന് മറുപടിയൊന്നും കിട്ടിയില്ല. പക്ഷെ എവിടെയോ നിന്ന് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അത് പൂജാമുറിയുടെ ഭാഗത്തു നിന്നായിരുന്നു. അരവിന്ദ് പതുക്കെ വാതിൽ തുറന്നു. മുറിയുടെ നടുവിൽ ഒരു പഴയ കണ്ണാടി. അതിനു മുന്നിൽ സാവിത്രി തമ്പ്രാട്ടി ഇരുന്ന് കരയുകയായിരുന്നു. അവളുടെ നീണ്ട മുടി നിലത്ത് പരന്നു കിടന്നു. പക്ഷേ കണ്ണാടിയിൽ അവളുടെ പ്രതിബിംബം ഉണ്ടായിരുന്നില്ല. ശൂന്യമായ മുറി. അരവിന്ദിന്റെ ഹൃദയം നിശ്ചലമായി. അവൻ പിന്നോട്ട് നീങ്ങി. അപ്പോഴാണ് കരച്ചിൽ പെട്ടെന്ന് നിർത്തിയത്. തമ്പ്രാട്ടി പതുക്കെ തലയുയർത്തി. അവളുടെ കണ്ണുകൾ ഇനി മനുഷ്യൻ്റെതല്ലായിരുന്നു. കറുത്ത ശൂന്യത മാത്രം. നീ അത് കാണാൻ പാടില്ലായിരുന്നു. അതേ നിമിഷം മുറിയിലെ എല്ലാ വിളക്കുകളും അണഞ്ഞു. മാളിക മുഴുവൻ വിറച്ചു. പിന്നെ സ്ത്രീകളുടെ നിലവിളികൾ, ചങ്ങലകൾ ഇഴയുന്ന ശബ്ദം. നിലത്തിനടിയിൽ നിന്നും ആരോ കരയുന്നത് പോലെ. അരവിന്ദ് ഓടാൻ ശ്രമിച്ചു, പക്ഷെ കാലുകൾ ചലിച്ചില്ല. സാവിത്രി തമ്പ്രാട്ടി അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അവളുടെ സൗന്ദര്യമില്ലായിരുന്നു. കഴുത്തിൽ കറുത്ത മുറിവുകൾ, രക്തം വാർന്ന കൈകൾ, ചലിക്കുന്ന മുടി, മരിച്ച മനുഷ്യരുടെ മുഖം. പക്ഷേ ഏറ്റവും ഭയപ്പെടുത്തിയത് ആ കണ്ണുകളായിരുന്നു. അവയിൽ ഇപ്പോഴും ജീവനോടെ അടച്ചു മൂടപ്പെട്ട ഒരാളുടെ വേദന കാണാമായിരുന്നു. അവൾ അരവിന്ദിന്റെ ചെവിയിൽ ചുണ്ടുകൾ ചേർത്ത് മൃദുവായി പറഞ്ഞു, എന്നെ അവർ ജീവനോടെ ഈ വീട്ടിനുള്ളിൽ അടച്ചു. മാളിക മുഴുവൻ വിറച്ചു. എന്റെ നിലവിലെ ആരും കേട്ടില്ല. ആ പൂജാമുറിയുടെ നിലം പൊട്ടിത്തകർന്നു. താഴെ ഇരുണ്ട ഒരു അറ. അതിനുള്ളിൽ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ട മനുഷ്യരുടെ അസ്ഥികൾ. അവയുടെ നടുവിൽ ചുവന്ന മുണ്ണിന്റെ കീറിയ തുണി. അരവിന്ദ് ഭയന്ന് പിന്നോട്ട് വീണു. പക്ഷെ തമ്പ്രാട്ടി അവന്റെ കൈ പിടിച്ചു. ആ കൈ മഞ്ഞ് പോലെ തണുത്തിരുന്നു. എനിക്കിവിടെ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അവളുടെ ശബ്ദം കരച്ചിലായി മാറി. പിന്നെ അവളുടെ കണ്ണുകൾ അരവിന്ദിന്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞു. ആ നിമിഷം അവന് സ്വന്തം ശരീരം പോലും അനുഭവപ്പെട്ടില്ല. മുഴുവൻ ഇരുട്ട് മാത്രം. അടുത്ത ദിവസം രാവിലെ ഗ്രാമക്കാർ മണക്കാട്ട് മനയുടെ മുന്നിൽ അരവിന്ദിന്റെ ചെരുപ്പുകൾ കണ്ടെത്തി. അവനെ മാത്രം കണ്ടില്ല. പക്ഷേ മാളികയുടെ മുകളിൽ ജനലരികിൽ വീണ്ടും ആ എണ്ണവിളക്ക് തെളിഞ്ഞിരുന്നു. അതിൻ്റെ മുന്നിൽ ചുവന്ന മുണ്ടണിഞ്ഞ തമ്പ്രാട്ടി നിന്നു. അവളുടെ അരികിൽ മറ്റൊരാളും ഉണ്ടായിരുന്നു. വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ഗ്രാമക്കാർ കണ്ടത് ശൂന്യമായ കണ്ണുകളോടെ നിൽക്കുന്ന അരവിന്ദിനെ. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.